നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് സുപരിചിതയായ നടിയും അവതാരകയുമാണ് ആര്യ. ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ആര്യ ജനശ്രദ്ധ നേടുന്നത്. പിന്നാലെ സിനിമകളിലും അവതാരക എന്ന നിലയിലും തന്റേതായ സ്ഥാനം കണ്ടെത്തി. ബിഗ് ബോസിലും ആര്യ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ സംരംഭക എന്ന നിലയിലും ആര്യ വളരെ ശ്രദ്ധ നേടി. കാഞ്ചീപുരം സാരികളുടെ ബിസിനസ്സാണ് താരം ചെയ്യുന്നത്. ഏതാനും താരവിവാഹങ്ങൾക്ക് വധു അണിഞ്ഞത് ആര്യയുടെ ബ്രാൻഡിന്റെ സാരി തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ നടി തന്റെ വിശേഷങ്ങൾ എപ്പോഴും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. പല തളർച്ചകളും തിരിച്ചടികളും ആര്യയ്ക്ക് നേരിടേണ്ടതായും വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ആരാധകരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. താൻ വിവാഹിതയാകാൻ പോകുന്നു എന്നാണ് ആര്യ ആരാധകരോടായി പങ്കുവച്ചിരിക്കുന്നത്. ഉറ്റ സുഹൃത്തും ആർജെയും ബിഗ് ബോസ് താരവുമായ സിബിനാണ് ആര്യയുടെ ഭാവി വരൻ. വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും വിവാഹം വൈകാതെ ഉണ്ടാകുമെന്നും ആര്യ പറയുന്നു. ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത്. ആര്യയും സിബിനും വർഷങ്ങളായി ഉറ്റ സുഹൃത്തുക്കളാണ്. അതിനാൽ തന്നെ നിശ്ചയ വിവരം പങ്കുവച്ചുള്ള പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് സിബിനും ആര്യയ്ക്കും ആശംസകളുമായി രംഗത്തെത്തുന്നത്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇരുവർക്കും ആശംസകൾ നേർന്നു. വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകൾ പങ്കുവച്ച ആര്യ ദീർഘമായ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. തന്റെ മകൾ സിബിനെ ഡാഡി എന്നാണ് വിളിക്കുന്നത്. എന്നും തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആസൂത്രണം ഇല്ലാത്ത കാര്യമാണ് ഇതെന്നും ആര്യ കൂട്ടിച്ചേർത്തു. എന്തൊക്കെ വന്നാലും അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ആര്യയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള കൂട്ടാളികളിലേക്ക്. ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും എന്റെ ജീവിതത്തിൽ ഇതുവരെ എടുത്ത ഏറ്റവും വേഗതയേറിയ തീരുമാനത്തിലൂടെയും ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവിലേക്ക് എത്തി. എനിക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ആസൂത്രണം ഇല്ലാത്ത കാര്യമാണിത്. ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്നിച്ചുണ്ടായിരുന്നു, കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും, നല്ലതിലും മോശം അവസ്ഥയിലും. പക്ഷേ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. എന്റെ ഏറ്റവും വലിയ പിന്തുണയായതിന്, എന്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തത പാലിച്ചതിന്, ഞാൻ സമാധാനപരമായി ആശ്രയിക്കുന്ന തോളായതിന്, ഞങ്ങളുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിന്, എനിക്കും ഖുഷിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഏറ്റവും നല്ലവനായതിന്, ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനൊപ്പം പാറ പോലെ ഉറച്ചു നിന്നതിന്, ഒടുവിൽ എനിക്ക് പൂർണ്ണത തോന്നുന്നു. എന്റെ ഹൃദയവും മനസ്സും ഒടുവിൽ സമാധാനത്തിൽ ആയിരിക്കുന്നതിന്റെ സന്തോഷം കണ്ടെത്തി. നിങ്ങളുടെ കൈകളിൽ എന്റെ വീട് ഞാൻ കണ്ടെത്തി. എന്റെ ശരിയായ വ്യക്തിയെ ശരിയായ സമയത്ത് കണ്ടുമുട്ടി. ഖുഷിയുടെ പ്രിയപ്പെട്ട വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഇപ്പോൾ അവൾ ഡാഡി എന്നാണ് വിളിക്കുന്നു. ഞാൻ നിങ്ങളെ എന്നേക്കും സ്നേഹിക്കുന്നു. എല്ലാ കുറവുകളും അപൂർണതകളും ഉണ്ടായിരുന്നിട്ടും എന്നെ നിങ്ങളുടേതാക്കിയതിന് നന്ദി. എന്തായാലും എന്റെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളെ മുറുകെ പിടിക്കും. അതൊരു വാഗ്ദാനമാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ആയതിന് ഞങ്ങൾക്കൊപ്പം നിന്ന ആളുകൾക്ക് നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു പാറ പോലെ, ഒരു പരിചയമായി, ഞങ്ങളുടെ ഏറ്റവും വലിയ ചിയർ ലീഡർമാരായി, ഞങ്ങളുടെ അഭ്യുതാകാംക്ഷികളായി, ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളോടൊപ്പം നിന്നു. ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ നിരുപാധികം സ്നേഹിക്കുന്നു. ജീവിതം ഞങ്ങൾക്ക് മറ്റൊരു അവസരം നൽകുന്നു. ഇത് ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അതിനാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ തന്നെ ഒരുക്കങ്ങൾ ആരംഭിക്കാം. കാരണം നമുക്കൊരു കല്യാണം അടുത്ത് തന്നെ ഉണ്ടെന്നായിരുന്നു കുറിപ്പ്. സിബിനും വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ജീവിതത്തിൽ ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. പലപ്പോഴും എന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയും തകർക്കുകയും ചെയ്തവയായിരുന്നു അവ. എന്നാൽ ആ ഓരോ കൊടുങ്കാറ്റിലും ഒരു സ്ഥിരത എനിക്ക് ഉണ്ടായിരുന്നു. ഒരു പരാതിയുമില്ലാതെ, വിധിയില്ലാതെ, ഉപാധികളില്ലാതെ എന്നോടൊപ്പം നിന്ന ഒരു വ്യക്തി. അത് അവളാണ്, എന്റെ ഉറ്റ സുഹൃത്ത് ആര്യ. എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിലും അപ്പുറം അവൾ എന്നെ മനസ്സിലാക്കി. ചിലപ്പോൾ ഒരു വാക്കുപോലും പറയാതെ തന്നെ യഥാർത്ഥ ഞാൻ ആരാണെന്ന് അവൾ കണ്ടു. എല്ലാ കുറവുകളും അംഗീകരിച്ചു തന്നെ എന്നെ സ്നേഹിച്ചു. അവളോടൊപ്പമുള്ള നിമിഷങ്ങളിൽ എല്ലായ്പ്പോഴും ഒരു സുരക്ഷിതത്വം എനിക്ക് തോന്നി. ഒടുവിൽ അവളോടൊപ്പം എന്നും ജീവിക്കാനും സ്നേഹിക്കാനും ഞാൻ തീരുമാനമെടുത്തു. എന്റെ ഉറ്റ ചങ്ങാതിയും നിശബ്ദതയിലെ എന്റെ ചിരിയും എന്റെ ആശ്വാസവുമായ എന്റെ ചോക്കിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്റെ ചോക്കി, എന്റെ മകൻ റയാൻ, ഒപ്പം എന്റെ മകൾ ഖുഷിയുമായി ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു കഥ എഴുതാൻ തുടങ്ങുകയാണ്. നന്ദി ദൈവമേ എന്നാണ് സിബിൻ കുറിച്ചത്. ഇരുവരുടെയും രണ്ടാം വിവാഹമാണ്. അടുത്തിടെ തന്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് ആര്യ തുറന്നു പറഞ്ഞതും ശ്രദ്ധ നേടിയിരുന്നു. കല്യാണം കഴിക്കാൻ ഞാൻ ഭയങ്കരമായി ആഗ്രഹിക്കുന്നുവെന്നും ഒരു റൊമാൻറ്റിക് ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും താരം പറയുന്നു. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നിന്നൂടെ എന്ന് പലരും പറയും, പക്ഷേ എനിക്കൊരു കൂട്ടുവേണമെന്നുണ്ട്. പുതിയൊരു വിവാഹത്തെപ്പറ്റി 2 വർഷമായി ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ജീവിതം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ജോലി കഴിഞ്ഞു വരുമ്പോൾ ഒരു ഗ്ലാസ് കാപ്പിയിട്ട് ഭർത്താവിന് കൊടുത്ത് രണ്ടാളും വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു റൊമാൻറ്റിക് ലൈഫാണ്
ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് നടക്കുമോ എന്ന് എനിക്ക് അറിയില്ല എന്നാണ് ആര്യ പറഞ്ഞിരുന്നത്. അതേസമയം ബെഡായി ബംഗ്ലാവിലെ ആര്യയിൽ നിന്നും ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം നടിക്ക് വ്യാപക വിമർശനമാണ് ലഭിച്ചത്. ഒരു ടെലിവിഷൻ സംഗീത പരിപാടിയിലൂടെ സുഹൃത്തുക്കളായവരാണ് സിബിനും ആര്യയും. ആര്യ അവതാരകയായപ്പോൾ സിബിൻ ആർജയായി അവിടെ വർക്ക് ചെയ്തിരുന്നു. സിബിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ കുറിച്ച് നടി പറഞ്ഞതോടെയാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം അന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്. സിബിൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം എതിർത്തത് ആര്യയാണ്. തങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിൽ ആദ്യമായി എതിരഭിപ്രായം ഉണ്ടായത് ഇക്കാര്യത്തിലാണെന്ന് ആര്യ അന്ന് പോസ്റ്റിൽ കുറിച്ചിരുന്നു. എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ പാർട്ട് എന്നാണ് അന്ന് സിബിനെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ അത് സൗഹൃദം കൊണ്ടാണെന്ന് എല്ലാവരും കരുതി. ബിഗ് ബോസിന് ശേഷം എന്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പോവരുത് എന്ന് ആര്യ പറഞ്ഞത്. പക്ഷേ പോകണം എന്ന സിബിന്റെ ആഗ്രഹത്തിന് പിന്നീട് ആര്യ വഴങ്ങി. പക്ഷേ സിബിൻ ബിഗ് ബോസിലെത്തിയതും കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞു. മാസിക സമ്മർദ്ദത്തിലാണെന്ന് പറഞ്ഞാണ് സിബിൻ ഷോയിൽ നിന്ന് പുറത്തായത്. അന്ന് സിബിനു വേണ്ടി ആര്യ ശക്തമായി സംസാരിച്ചു. ആര്യയുടെ ചില വാക്കുകൾ ഷോയ്ക്കും ചാനലിനും എതിരെ ആയിരുന്നു. അത് ആര്യയുടെ കരിയറിനെ ബാധിച്ചു. അതിനുശേഷം തന്റെ മുഖം ഇനി മിനിസ്ക്രീനിൽ കാണാൻ സാധ്യതയില്ല എന്ന് തന്നെ ആര്യ പറഞ്ഞിരുന്നു. സിബിന് വേണ്ടി കരിയർ പോലും ആര്യ സാക്രിഫൈസ് ചെയ്തപ്പോഴും ആ ബന്ധം ഇങ്ങനെ ഒരു പ്രണയത്തിന് വേണ്ടി ആയിരുന്നു എന്ന് ആരാധകരും അറിഞ്ഞില്ല. അതിനുശേഷം ആര്യ കാഞ്ചീവരം എന്ന തന്റെ ബിസിനസ്സിൽ പൂർണ്ണമായും ആക്റ്റീവായി. അതിൽ സിബിനും പങ്കുണ്ട്. കാഞ്ചീവരത്തിന്റെ കൊച്ചി ബ്രാഞ്ച് തുടങ്ങി അത് വിജയകരമായി മുന്നോട്ട് പോകവെയാണ് ഇപ്പോൾ ആര്യ തന്റെ ജീവിതത്തിലെ ഈ സന്തോഷം പങ്കുവച്ചത്. അതേസമയം ബിഗ് ബോസിലെ സിബിന്റെ പെർഫോമൻസിനെ എത്ര മാർക്ക് കൊടുക്കുമെന്നായിരുന്നു ആര്യയോട് അന്നൊരു ആരാധകൻ ചോദിച്ചിരുന്നത്. ഭൂരിപക്ഷ ആൾക്കാരെ സംബന്ധിച്ച് ബിഗ് ബോസിലെ ഏറ്റവും മോശപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു ഞാൻ ഒരു ബിഗ് ബോസിലും ഒരു മത്സരാർത്ഥിയെയും റേറ്റ് ചെയ്യാൻ യോഗ്യതയല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നെക്കാളും നന്നായി ബിഗ് ബോസിനെ അറിയുന്നവരാണ്. അത് കണ്ടുകൊണ്ട് അഭിപ്രായം പറയുന്നതും കമന്റ് ഇടുന്നതുമൊക്കെ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൃത്യമായി അറിയാം. ബിഗ് ബോസിലെ എല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും റേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്കതിൽ യാതൊരു അഭിപ്രായവുമില്ല. നോ കമന്റ്സ് എന്നുമായിരുന്നു ആര്യ പറഞ്ഞിരുന്നത്. ഒത്തിരി ആളുകൾ ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നും ഞാൻ മറുപടി പറയില്ല. എന്തെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ അത് വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയയിൽ വാർത്ത സൃഷ്ടിക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരം ഞാനായി ഉണ്ടാക്കില്ല. നിങ്ങൾ എല്ലാവരും ബിഗ് ബോസ് കാണുന്നവരാണ്. ഇതിനുള്ള മറുപടി നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. എന്നെ വെറുതെ വിട്ടേക്കൂ. ആരെ ഇഷ്ടപ്പെടണം ആരെ വെറുക്കണം എന്നതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. പല മത്സരാർത്ഥികൾക്ക് വേണ്ടിയും PR വർക്ക് പുറത്തു നടക്കുന്നുണ്ട്. ഇനി എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ അത് എനിക്ക് തന്നെ തിരിച്ചടിക്കുന്ന അവസ്ഥയാണ്. ചെയ്യാത്ത എന്റെ തലയിലേക്ക് പലതും വിളിച്ചു വരുത്തുന്ന അവസ്ഥയായി പോകും എന്നും ആര്യ പറഞ്ഞിരുന്നു. മാത്രമല്ല ഒരിക്കൽ പ്രണയത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടപ്പോൾ അഭിമുഖത്തിൽ ആര്യ പൊട്ടിക്കരഞ്ഞത് വൈറലായിരുന്നു. ജീവിതത്തിൽ ഒരു പങ്കാളി വേണമെന്ന് ആഗ്രഹിക്കുന്നതായും ആര്യ പറഞ്ഞിരുന്നു. എന്റെ പങ്കാളിയിൽ ഇന്ന ക്വാളിറ്റികൾ വേണമെന്ന് പറയാൻ ഞാനൊരു പെർഫെക്റ്റ് മനുഷ്യനല്ല. എനിക്ക് വേണ്ട ഒരു പങ്കാളിയെയാണ്, കൂട്ടായി ഉണ്ടാകുമെന്നൊരു പങ്കാളിയെയാണ്. എനിക്ക് വീടായി മാറുന്ന ഒരാളായി എന്നായിരുന്നു തന്റെ പങ്കാളിയെക്കുറിച്ച് നടി പറഞ്ഞത്. ഇനി ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം കിട്ടട്ടെ എന്നാണ് ആരാധകർ ആശംസിക്കുന്നത്.